ഇന്നലത്തെ ഒരു രാവ് ഒരുപക്ഷെ കടുത്ത ക്രിക്കറ്റ് ആരാധകർ ഉറങ്ങിയിട്ടുണ്ടാവില്ല. അത്രമേൽ ആഘോഷമായിരുന്നു എല്ലാവരിലും. തെരുവുകളിൽ ഭാരത പതാകകളേന്തി അവർ ആഘോഷിച്ച് തിമിർക്കുന്നുണ്ടായിരുന്നു. അതിനു കാരണം ഒരു പിടി വനിതകൾ. വനിതാ ലോകകപ്പിൽ ഭാരതത്തിന് ചരിത്ര കിരീടം സമ്മാനിച്ച ദിവസമാണ് ഇന്നലെ. ഫൈനലിൽ ദക്ഷിണാഫ്രിക്ക 52 റൺസിനാണ് തോൽപ്പിച്ചത്. ഇതാദ്യമായാണ് ഭാരത വനിതകൾ ലോക കിരീടം ചൂടിയത്. 87 റൺസും 2 വിക്കറ്റും എടുത്ത ഷഫാലി വർമ്മയാണ് ഫൈനലിലെ താരം. 58 റൺസ് എടുത്ത ദീപ്തി ശർമ്മ 5 വിക്കറ്റ് വീഴ്ത്തി. ദീപ്തിയാണ് ഈ ലോകകപ്പിലെ താരം. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് എം നിഖിൽ ഒപ്പം ചേരും. നിഖിൽ, വളരെ സന്തോഷത്തിൻ്റെ ദിവസം, അതിൻ്റെ തുടർച്ചയാണെന്ന്. എല്ലാവരും ഒരുപക്ഷെ മത്സരം കണ്ടിരിക്കെ ഉറങ്ങിപ്പോയവർക്ക് അത്ഭുതപ്പെടുത്തുന്ന വാർത്ത, സന്തോഷിപ്പിക്കുന്ന വാർത്ത, ഭാരതം കിരീടം നേടിയിരിക്കുന്നു. ആ വരവ് എങ്ങനെ? കൃഷ്ണരാജ്, അതായത് ഇന്ത്യൻ വനിതകൾ ലോകത്തിൻ്റെ നെറുകയിൽ എത്തി നിൽക്കുന്ന കാഴ്ച അത് ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ രാവിലെയും ഉച്ചയ്ക്കൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, മത്സരം അത് ടോസ് നേടുന്ന ടീമിന് അനുകൂലമാകുന്ന രീതിയിലേക്ക് മാറും എന്നുള്ളത്. പക്ഷേ മത്സരം ഇന്ത്യയുടെ ബാറ്റിങ്ങിൽ, ഭാരതത്തിൻ്റെ ബാറ്റിങ്ങിൽ ഭാരതത്തിന് അനുകൂലമായിരുന്നുവെങ്കിൽ ദക്ഷിണാഫ്രിക്ക ബാറ്റിങ്ങിന് ഇറങ്ങിയ സമയത്ത് അവരുടെ ഓപ്പണർ, നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, വളരെ അപകടകാരിയായ അവരുടെ ഓപ്പണർ അത് അവിടെ ഒരു സ്ഥാനത്ത് ഉറപ്പിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച. അതായത് ലോറ വോൾവാട്ടിൻ്റെ ഒരു പ്രകടനം അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. നമ്മൾ ഇന്നലെയൊക്കെ അത് ചർച്ച ചെയ്തതാണ്. ആ വോൾവാട്ട് തുടക്കം മുതൽ അവിടെ ക്രീസിൽ നിലയുറപ്പിച്ചു, അപകടകാരിയായി അവിടെ നിൽക്കുന്ന കാഴ്ച. പക്ഷേ എന്നാൽ കൃത്യമായ ഇടവേളകളിൽ ഒരു വശത്തു നിന്ന് വിക്കറ്റുകൾ ഭാരതത്തിൻ്റെ ബൗളർമാർ ഇങ്ങനെ വീഴ്ത്തിക്കൊണ്ടിരുന്നു. അതിലെടുത്ത് പറയേണ്ടത് ഷഫാലി വർമ്മയുടെയൊക്കെ ആ ഒരു പ്രകടനമാണ്. അപ്രതീക്ഷിതമായി ബോളിങ്ങിലേക്ക് ഷഫാലിയെ കൊണ്ടുവരുന്നു. ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് സ്വന്തമാക്കുന്നു, അതായത് എറിഞ്ഞ 2-ാം പന്തിൽ തന്നെ വിക്കറ്റ് സ്വന്തമാക്കുന്നു. തൊട്ടടുത്ത ഓവറിൽ വീണ്ടും വിക്കറ്റ് സ്വന്തമാക്കുന്നു. അങ്ങനെ തുടർച്ചയായി വിക്കറ്റുകൾ നേടുന്ന ഒരു കാഴ്ച. ഒപ്പം എടുത്തുകൊണ്ട് മറ്റൊരു കാര്യം, ദീപ്തി ശർമ്മയുടെ ബൗളിംഗ് പ്രകടനമാണ്. 5 വിക്കറ്റ് നേടിയ ദീപ്തിയുടെ പ്രകടനവും എടുത്തു പറഞ്ഞേ മതിയാവുള്ളൂ. കാരണം ബൗളിങ്ങിൽ ഈ പ്രകടനങ്ങളാണ് ഇന്ത്യക്ക് ഭാരതത്തിന് കരുത്തായത്. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞതാണ്. കാരണം ഭാരതത്തിൻ്റെ ബോളിംഗ് നിരയെ സംബന്ധിച്ച് മൂർച്ച വളരെ കുറഞ്ഞ ഒരു ബോളിംഗ് നിര എന്നാണ് നമ്മളുടെ ചർച്ചയിലടക്കം വന്ന വിദഗ്ധരടക്കം പറഞ്ഞത്. കാരണം ബാറ്റിങ്ങിൽ ശക്തമാണ്, അതിശക്തമാണ്, മിഡിൽ ഓർഡർ അടക്കം വളരെ ശക്തമാണ്. പക്ഷേ ബൗളിങ്ങിൽ മൂർച്ച കുറവാണ് എന്നുള്ളതാണ്. പക്ഷേ ആ പേര് അക്ഷരാർത്ഥത്തിൽ ആ മൂർച്ച കുറവാണ് എന്ന് പറഞ്ഞവർക്കൊരു മറുപടി കൂടിയാണ് എന്തായാലും ഇത്തരത്തിലൊരു പ്രകടനത്തിലൂടി ഭാരതത്തിൻ്റെ ബോളർമാർ ഭാരതത്തിലൊരു 52 റൺസിൻ്റെ ഒരു മികച്ച വിജയം സ്വന്തമാക്കിക്കൊണ്ട് ഒരു ലോക കിരീടം അത് ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് എത്തിക്കുന്നത്. അതായത് ഏകദിന ലോകകപ്പിൽ 1983 കപിൽ ദേവിനും 2011 MS ധോണിക്കും ശേഷം ഒരു ഏകദിന ലോക കിരീടം ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് അത് ഭാരതത്തിൻ്റെ വനിതകൾ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. ഈ 2 വട്ടം കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടമായ ഒരു കിരീടമാണ് ഇപ്പോൾ എന്തായാലും ഹർമൻപ്രീത് കൗറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്ന് പറയാം. ഒപ്പം ഇന്നലത്തെ മത്സരത്തിൽ എടുത്തു പറയേണ്ട മറ്റു ചില പ്രകടനങ്ങൾ കൂടി നമ്മൾ പറഞ്ഞേ മതിയാവുള്ളൂ. അത് ബാറ്റിങ്ങിലാണ്. ബാറ്റിങ്ങിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഷഫാലിയുടെ ഒരു പ്രകടനം, അത് 87 റൺസുമായി 78 മുതൽ 87 റൺസ് നേടിയ ഷഫാലിയുടെ പ്രകടനം അത് എടുത്ത് പറഞ്ഞേ മതിയാവുള്ളൂ. കാരണം പരിക്ക് അല്ലെങ്കിൽ ഫോമില്ലായ്മയൊക്കെ മൂലം ടീമിൽ നിന്ന് പുറത്തേക്ക് പോവേണ്ടി വരുന്ന ഷഫാലി തിരികെ ടീമിലേക്ക് വരുന്നത് സെമി ഫൈനലോട് കൂടിയാണ്. സെമി ഫൈനലിൽ പരിക്കേറ്റ മറ്റു താരത്തിന് പകരക്കാരിയായി ടീമിലേക്ക് വരുന്നു, സെമി ഫൈനൽ ഓപ്പൺ ചെയ്യുന്നു. പക്ഷേ കാര്യമായ രീതിയിലുള്ള സംഭാവന സെമിയിൽ നേടാൻ സാധിച്ചില്ലെങ്കിൽ ഫൈനലിലേക്ക് വരുമ്പോൾ കൃത്യമായ രീതിയിൽ പന്ത് കൊണ്ടും ബാറ്റ് കൊണ്ടും തൻ്റെ പ്രകടനം, അതായത് തനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അത് കൃത്യമായി ടീമിന് വേണ്ടി ചെയ്യും എന്ന് ഊട്ടിയുറപ്പിക്കുന്ന ഒരു പ്രകടനം തന്നെ ഷഫാലിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. 87 റൺസ് എടുത്തുകൊണ്ട് ടീമിൻ്റെ ടോപ്പ് സ്കോർ ആകുന്ന ഒരു പ്രകടനം. ഒപ്പം എടുത്തു പറയേണ്ട മറ്റു ചില പ്രകടനങ്ങൾ കൂടിയുണ്ട്. ദീപ്തി ശർമ്മ, നേരത്തെ നമ്മൾ പറഞ്ഞു, ബൗളിങ്ങിൽ 5 വിക്കറ്റ് സ്വന്തമാക്കി ദീപ്തി ശർമ്മ, ബാറ്റിങ്ങിലും അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി 58 റൺസ്, അതായത് 5 വിക്കറ്റും 58 റൺസും അർദ്ധ സെഞ്ചുറിയും പൂർത്തിയാക്കിയാണ് അതായത് ദീപ്തി ശർമ്മ ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചത്. ഓരോ മത്സരത്തിലും തങ്ങളുടെ റോളുകൾ ഓരോ താരങ്ങളും ഭംഗിയായി നിറവേറ്റുന്ന കാഴ്ച നമ്മൾ കാണാൻ സാധിച്ചു. ടൂർണമെൻറ്റിലുടനീളം കാണാൻ സാധിച്ചു. ഇക്കാര്യത്തിൽ, അതായത് ഈ സമയത്ത് നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ ലോകകപ്പിന്റെ തുടക്കത്തിൽ ചില മത്സരങ്ങളിൽ ഭാരതത്തിന്റെ ടീം പെൺപുലികൾ പരാജയപ്പെട്ടപ്പോൾ അവിടെയാണ് നിഖിൽ, അതായത് ലീഗ് റൗണ്ടിൽ അസ്ഥിരമായ പ്രകടനമായിരുന്നു ഭാരതത്തിൻ്റേത്. അത് പറയാനുള്ള പ്രധാന കാരണം ഇംഗ്ലണ്ടിനോട്, ഓസ്ട്രേലിയയോട്, ദക്ഷിണാഫ്രിക്കയോട് ഈ 3 ടീമുകളോട് തോറ്റത് ജയിക്കാമായിരുന്ന മത്സരമായിരുന്നു. അതാകട്ടെ ഇംഗ്ലണ്ടിനോട് 9 റൺസിന് 4 റൺസിന്, മറ്റൊരു മത്സരത്തിൽ ഓസീസിനോട് അവസാനം വരെ കയ്യിലിരുന്ന മത്സരം തിരികെ അവരുടെ കയ്യിൽ കൊണ്ട് ഏൽപ്പിക്കുന്നത് പോലെയായിരുന്നു. മറുവശത്ത് ദക്ഷിണാഫ്രിക്കയോടാകട്ടെ 7 വിക്കറ്റുകൾ നഷ്ടപ്പെട്ട്
ഏഴാമതും എട്ടാമതും വന്ന താരങ്ങൾ ഒരുമിച്ച് ചേർന്ന് 100 റൺസിലേറെ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയാണ് ആ മത്സരം ദക്ഷിണാഫ്രിക്കയെ ജയിപ്പിക്കുന്നത്. അപ്പോൾ അസ്ഥിരമായൊരു പ്രകടനത്തിൽ നിന്ന് സെമിയിലെത്തുമ്പോൾ അപ്പാടെ മാറുന്നു. താരങ്ങളുടെ താരതമ്യം എടുത്താൽ ഒരുപക്ഷെ വലിയ കരുത്തുറ്റ ടീമായിരുന്നു ഓസ്ട്രേലിയ. അവർ 329 റൺസ് മുന്നോട്ട് വയ്ക്കുന്നു, അത് മറികടക്കുന്നു. അപ്പോൾ സെമിയിലും ഫൈനലിലും നമ്മൾ കണ്ടത് ലീഗിൽ തോറ്റതിൻ്റെ കണക്കു തീർക്കൽ മാത്രമല്ല, മധുരപ്രതികാരം മാത്രമല്ല, തികച്ചും പ്രൊഫഷണലായ ടോട്ടൽ ക്രിക്കറ്റിലൂടെ അവരെ മറികടക്കുകയായിരുന്നു. അപ്പോൾ ആധികാരികമായ 2 വിജയങ്ങൾ ഭാരതത്തിൻ്റെ പെൺപുലികൾക്ക് നൽകിയ ആത്മവിശ്വാസം, അതിലൂടെ വരാനിരിക്കുന്നത് ഒക്കെ നമ്മൾ പറയണമല്ലോ. തീർച്ചയായും കൃഷ്ണരാജ്, ഈ അവസരത്തിൽ എടുത്തു പറയേണ്ട ഒരു പേര്, നമ്മൾ അത് വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു പേര് തന്നെയാണ് പരിശീലകൻ മജുംദാറിൻ്റെ പേര് എടുത്തു പറഞ്ഞേ മതിയാവുള്ളൂ. കാരണം കൃഷ്ണരാജ് നേരത്തെ ഈ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം കഴിഞ്ഞ ദിവസം ആ സെമി ഫൈനലിന് ശേഷം മജുംദാർ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ടീമിലെ അംഗങ്ങൾക്ക് കൊടുത്ത പ്രധാനപ്പെട്ട ഒരു ഉപദേശം, അതായത് എതിർ ടീം നേടുന്നതിൽ നിന്നും 1 റൺസ് നമുക്ക് അധികം നേടാൻ സാധിച്ചാൽ നമുക്ക് വിജയം സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് ഈ കൃഷ്ണരാജ് പറഞ്ഞ ആ ഒരു പോയിൻ്റുണ്ട്. അതായത് പല മത്സരങ്ങളും നമ്മൾ വളരെ ക്ലോസായി നിന്ന് നമ്മൾ ജയിക്കാൻ സാധിക്കുന്ന മത്സരങ്ങൾ നമ്മൾ പരാജയപ്പെടുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷേ അതായത് ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, മിക്ക മത്സരങ്ങളിലും നമ്മൾ നന്നായി തുടങ്ങുമെങ്കിലും ഫിനിഷിംഗ് മോശമാകും, നന്നായി ഫിനിഷ് ചെയ്യാനായാൽ ജയിക്കും എന്നുറപ്പാണ്. അതുകൊണ്ട് തന്നെ 1 റൺസ്, അതായത് എതിർ ടീം നേടുന്നതിൽ നിന്നും 1 റൺസ് മാത്രം നമുക്ക് അധികം നേടിയാൽ മതി എന്നൊരു ഉപദേശമാണ് ടീമിലെ താരങ്ങൾക്ക് ഈ പരിശീലകനായ മജുംദാർ നൽകുന്നത്. ഇതുതന്നെയാണ് ടീമിനൊരു മോട്ടിവേഷൻ. ഒപ്പം തന്നെ കൃഷ്ണജി പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഈ ലീഗ് ഘട്ടത്തിലൊക്കെ പലപ്പോഴും ജയിക്കാനാവുന്ന, വളരെ അനായാസമായി ജയിക്കാൻ സാധിക്കുന്ന മത്സരങ്ങളൊക്കെ കൈവിട്ട് കളയുന്ന കാഴ്ച, അത് അവസാന ഓവറുകളിലൊക്കെ കൈവിട്ട് കളയുന്ന കാഴ്ച, ഇതിനൊക്കെ ഒരു സ്വിച്ചിട്ട പോലെ ഒരു പരിഹാരം അല്ലെങ്കിൽ അത് നിർത്തുന്ന ഒരു കാഴ്ചയാണ് സെമി ഫൈനലിൽ നമ്മൾ കാണാൻ സാധിച്ചത്. കാരണം ഓസ്ട്രേലിയ പോലൊരു ടീം, കരുത്തരായ ടീം, ഈ വനിതാ ലോകകപ്പിൽ അല്ലെങ്കിൽ വനിതാ ക്രിക്കറ്റിലൊക്കെ ഒരു കൃത്യമായ സ്ഥിരത പുലർത്തുന്ന ഒരു ടീം, അവർ ഉയർത്തിയ 300 മുകളിലേക്ക് ഒരു വലിയ സ്കോർ, ഒരു പടുകൂറ്റൻ സ്കോർ എന്ന് പറയാം. കാരണം ഒരു ലോകകപ്പ് അതുപോലെ ഒരു വലിയ ഇവൻറ്റിലൊക്കെ ഈ നോക്കൗട്ട് മത്സരങ്ങളിലേക്ക് വരുമ്പോൾ, സെമി ഫൈനൽ, ഫൈനൽ അടക്കമുള്ള മത്സരങ്ങളിലേക്ക് വരുമ്പോൾ 300 മുകളിലേക്കൊക്കെ സ്കോർ പോയി കഴിഞ്ഞാൽ അത് ചേസ് ചെയ്യുന്ന ടീമിനെ സംബന്ധിച്ച് അവർക്കുണ്ടാകുന്ന ഒരു പ്രഷർ അത് വളരെ വലുതാണ്. എന്നാൽ അനായാസം അത് മറികടക്കുന്ന കാഴ്ച, ജമീമ റോഡ്രിഗസും ഹർമൻപ്രീത് കൗറും ഒക്കെ അടങ്ങുന്ന അവരൊക്കെ അനായാസം അത് മറികടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ നിഖിൽ, നമുക്ക് ഈ അമോൽ മജുംദാറിനെ പറയാതെ പോകാൻ പറ്റില്ല. കാരണം ഇപ്പം ഞങ്ങളുടെയൊക്കെ കൗമാരകാലത്ത്, യൗവനകാലത്തൊക്കെ ഇന്ത്യൻ ടീമിൽ കളിക്കാതെ തന്നെ അറിയപ്പെട്ട ഒരു താരമാണ് അമൽ മജുംദാർ. കാരണം സച്ചിൻ തെണ്ടുൽക്കറിനോളം പ്രതിഭയുണ്ടെന്ന് വിലയിരുത്തപ്പെട്ട താരം, എത്രയും പെട്ടെന്ന് ഇന്ത്യൻ ടീമിലേക്ക് കടന്നു വരുമെന്ന് പലരും വിലയിരുത്തപ്പെട്ട താരം, മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെട്ട താരമാണ് ഈ അമോൽ മജുംദാർ. ഇപ്പോൾ അത് ആ നിയോഗം ഉണ്ടായില്ല. ഇന്നലെ സച്ചിൻ ചേർത്ത് പിടിക്കുന്നത് നമ്മൾ കണ്ടതാണ് ടീമിനെ പരിചയപ്പെടുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ഒരു താരം, ഒരു ഇന്ത്യൻ കുപ്പായം ഒരിക്കലും ഇടാൻ കഴിയാതെ പോയ ഒരു താരം, അതായത് പ്രതിഭയുണ്ടായിട്ടും അംഗീകരിക്കപ്പെടാതെ പോയൊരു താരം, ഇന്ന് ഹെഡ് കോച്ചായി, മുഖ്യ പരിശീലകനായി വന്ന് ഒരു ടീമിന് ചരിത്ര നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്നു. അതൊരു നിയോഗമാണ് അല്ലേ? തീർച്ചയായും കൃഷ്ണരാജ്, അതായത് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ റൺമാല തീർത്ത ഒരു താരം എന്ന് പറയാൻ സാധിക്കും. അത്തരത്തിലൊരു താരം ഒരിക്കൽ പോലും ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് എങ്ങനെ വിശേഷിപ്പിക്കണം എന്നറിയില്ല. അത്തരത്തിലുള്ള ക്രിക്കറ്റിൽ 11,167 റൺസാണ്. അതെ, അതായത് 21 വർഷം നീണ്ടുനിന്ന ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കരിയറാണ്. സെഞ്ചുറികൾ, 173 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്, 11,167 റൺസ്, അതിൽ 30 സെഞ്ചുറി. ഇതിലെടുത്ത് പറയേണ്ടത് സച്ചിൻ, രാഹുൽ ദ്രാവിഡ്, ഒപ്പം സൗരവ് ഗാംഗുലി, VVS ലക്ഷ്മൺ അടങ്ങുന്ന ഒരു സുവർണ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നോക്കൂ, 260 ഇന്നിങ്സുകളിൽ 90-ലും 50-ഓ അതിനു മേലെയോ അടിച്ചിരിക്കുകയാണ്. ആ താരം ആഭ്യന്തര ക്രിക്കറ്റിൽ അത്രമാത്രം മികവ് കാട്ടിയിട്ടും പരിഗണിക്കപ്പെടാതെ പോയതിൻ്റെ നിരാശ ആ മനസ്സിലുണ്ടാകും. ഒരു മധുര പ്രതികാരമായി ഇന്നലെ പെയ്തിറങ്ങുകയായിരുന്നു. തീർച്ചയായും കൃഷ്ണരാജ്, അതായത് 1993 മുംബൈക്ക് വേണ്ടി രഞ്ജിയിൽ അമോൽ മജുംദാർ അരങ്ങേറുന്നത്. അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ 260 റൺസ് നേടി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ. അത്തരത്തിലൊരു പ്രകടനം തുടർച്ചയായി രഞ്ജി ട്രോഫിയിൽ, ആഭ്യന്തര ടൂർണമെൻറ്റിലടക്കം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. പക്ഷേ എന്നിരുന്നാൽ തന്നെയും നിർഭാഗ്യം കൊണ്ടാവാം ഇന്ത്യൻ ടീമിലേക്ക് ഒരിക്കൽ പോലും ഇന്ത്യൻ ടീമിൽ കളിക്കാൻ സാധിച്ചില്ല. കൃഷ്ണരാജ് പറഞ്ഞതുപോലെ 21 വർഷം നീണ്ട കരിയറാണ്. 171 മത്സരങ്ങളാണ് താരം കളിച്ചത്. 11,167 റൺസ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ സ്വന്തമാക്കി. അതിൽ 30 സെഞ്ചുറിയും ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അത്തരത്തിൽ ഒരു താരം തനിക്ക് ഇന്ത്യൻ ടീമിൽ കളിക്കാൻ സാധിച്ചില്ല. പക്ഷേ
ആ താരം ഒരു പരിശീലകനായി എത്തി ഇന്ത്യൻ ടീമിനെ, ഭാരതത്തിൻ്റെ പെൺപുലികളെ കൊണ്ട് ലോക കിരീടം ഉയർത്തിക്കുന്ന ഒരു കാഴ്ച. ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്നലെ മത്സരത്തിന് ശേഷം ടീം ഒരുമിച്ച് ഫോട്ടോഷൂട്ട് സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഭാരതത്തിൻ്റെ ത്രിവർണ്ണ പതാകയെ ഏന്തി നിൽക്കുന്നത് അമോൽ മജുംദാറാണ്. അതായത് ഇത്രയും താരങ്ങൾക്കൊപ്പം ചിത്രം പകർത്തുമ്പോഴും അമോൽ മജുംദാറിൻ്റെ കയ്യിൽ ഒരു ഭാരതത്തിൻ്റെ പതാക ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഈ താരങ്ങൾക്കൊക്കെ അദ്ദേഹം നൽകുന്ന ഒരു പിന്തുണ എത്രത്തോളം വലുതാണ് എന്നുള്ളത് നമ്മൾ ഈ സജനയുടെയും ആശയുടെയും ഒക്കെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയും വാട്സപ്പ് സ്റ്റാറ്റസും ഒക്കെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. കാരണം അവരടക്കം പറയുന്നൊരു കാര്യമുണ്ട്. ഇതിപ്പോൾ സജനയുടെ വാട്സപ്പ് സ്റ്റാറ്റസിൽ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഇത് അർഹിച്ചിരുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് സജനയൊക്കെ അത്തരത്തിൽ പറയുന്നത്. അതായത് ഈ താരങ്ങൾക്കൊക്കെ അതൊരു പരിശീലകൻ എന്ന നിലയിൽ അദ്ദേഹം നൽകുന്ന പിന്തുണ അത് വളരെ വലുത് തന്നെയാണ്. എന്തായാലും അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിൽ കളിക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ അദ്ദേഹം ഒരു പരിശീലകനായി ഇന്ത്യൻ വനിതാ ടീമിനെ കൊണ്ട് ലോകകപ്പ് നേടുന്നു, ലോക കിരീടം ഉയർത്തിക്കുന്ന ഒരു കാഴ്ച എന്തായാലും നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കൃഷ്ണരാജ്. മറ്റൊന്ന്, നമ്മൾ ഇന്നലെ ഫൈനൽ പോരാട്ടം കണ്ടു. സെമി ഫൈനലിന് തൊട്ട് മുൻപത്തെ മത്സരത്തിൽ സെഞ്ചുറി നേടിയ ഒരു താരം പരിക്കേറ്റ് പുറത്തു പോകുന്നു. ഓപ്പണർ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് റോളിൽ കളിക്കേണ്ട ഒരു താരം, പ്രതിക എന്ന താരം. നോക്കൂ, അതിന് പിന്നാലെ ടീമിലേക്ക് വരുന്നത് ഷെഫാലി വർമ്മ ആണ്. ഷെഫാലി ആകട്ടെ 2020-ൽ സ്പെഷ്യലിസ്റ്റ് ആണെന്ന് വിലയിരുത്തപ്പെട്ട താരം, വളരെ അതിവേഗത്തിൽ റൺ സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന താരം, അങ്ങനെ തന്നെ കളിക്കുന്ന ഒരു താരമാണ്. ആ ഷെഫാലി ടീമിലേക്ക് വരുന്നു. ഷെഫാലി വന്ന ശേഷം ആദ്യ മത്സരത്തിൽ 5 പന്ത് മാത്രം നേരിട്ട് പുറത്താകുന്നു. അതിൽ 2 ബൗണ്ടറികൾ അടിക്കുന്നു. അപ്പോഴും സ്വതസിദ്ധമായ ശൈലി വിട്ടുകളയുന്നില്ല. ഇന്നലെ കലാശ പോരാട്ടത്തിൽ എത്രമാത്രം കൃത്യതയോടെ ബാറ്റ് വീശി എന്ന് നമ്മൾ ഓർക്കണം. അതാകട്ടെ സ്മൃതി മന്ദാന എന്ന അനുഭവ സമ്പത്തിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ഒരു താരത്തിനൊപ്പം ഓപ്പൺ ചെയ്യുമ്പോൾ സ്മൃതി പറയുന്നത് കേട്ട് നമ്മൾ പലപ്പോഴും കണ്ടതാണ്. ഓരോ റൺ ഓടിക്കഴിയുമ്പോഴേക്കും ഷെഫാലിയെ അടുത്തു വിളിച്ച്, ഓരോ മോശം ഷോട്ട് കളിക്കാൻ ശ്രമിക്കുന്നു എന്ന് തോന്നുമ്പോഴൊക്കെയും അടുത്തു വിളിച്ച്, നോക്കൂ നമ്മളിത് വേൾഡ് കപ്പ് ഫൈനലാണ് കളിക്കുന്നത്, മോശം പന്തുകൾ തിരഞ്ഞെടുത്ത് ആക്രമിക്കൂ, അല്ലാത്ത പന്തുകളിൽ ഒരു റണ്ണെങ്കിലും നേടാൻ ശ്രമിക്കൂ എന്ന് തന്നെയായിരിക്കണം അവർ തമ്മിൽ സംസാരിച്ചത്. അങ്ങനെ ഷെഫാലിയെ കൊണ്ട് മികച്ചൊരു ഇന്നിങ്സ് കളിപ്പിച്ച് തുടങ്ങിയതിൽ സ്മൃതി മന്ദാനയ്ക്ക് വലിയ പങ്കുണ്ട്. അതേ ഷെഫാലി കരിയറിൽ ഒറ്റ വിക്കറ്റ് മാത്രമാണുള്ളത് ഷെഫാലിക്ക് ഇതിനു മുൻപ്. ആ ഷെഫാലിയെ കൊണ്ട് ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ പന്തെറിയിക്കുന്നു. ലോകകപ്പ് പോലെ ഏറ്റവും നിർണായകമായ ഒരു വേദിയിൽ, അതും ഫൈനൽ പോരാട്ടത്തിൽ. ഈ 2 പേർ ഷെഫാലിയെ ഇന്നലെ ഒരു താരമായി വാർത്തെടുത്തതിൽ ഹർമൻപ്രീതിനും സ്മൃതി മന്ദാനയ്ക്കുമുള്ള പങ്ക് എത്രമാത്രം. തീർച്ചയായും കൃഷ്ണരാജ്, ഇന്നലെ മത്സരത്തിന് മുൻപ് നമ്മൾ നടത്തിയ ചർച്ചയിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇന്ത്യൻ പുരുഷ ടീമിന് എങ്ങനെയാണോ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും, അതുപോലെ തന്നെയാണ് ഇന്ത്യൻ വനിതാ ടീമിന് സ്മൃതി മന്ദാനയും ഹർമൻപ്രീത് കൗറും എന്നുള്ളത്. അതായത് നമ്മൾ പല ആരാധകരും അല്ലെങ്കിൽ ആരാധകരൊക്കെ വിശേഷിപ്പിക്കുന്നത് പലപ്പോഴും സ്മൃതി മന്ദാനയെ വിരാട് കോഹ്ലിയുമായി താരതമ്യം ചെയ്യുന്നു. കാരണം RCBയിൽ കളിക്കുന്ന താരങ്ങളാണ് 2 പേരും. വനിതാ ക്രിക്കറ്റ് ലീഗിൽ WPLൽ RCBയെ നയിക്കുന്ന RCBയുടെ താരമാണ് സ്മൃതി മന്ദാന. ഒപ്പം പുരുഷ ടീമിൻ്റെ താരമാണ്, അവരുടെ ഒരു ഐക്കൺ തന്നെയാണ് വിരാട് കോഹ്ലി എന്ന് പറയുന്നത്. ഒപ്പം തന്നെ മറുവശത്ത് വന്നാൽ, മുംബൈ ഇന്ത്യൻസിലേക്ക് വന്നാൽ, പുരുഷ ടീമിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരം, മുംബൈ ഇന്ത്യൻസിന് 5 കിരീടം നേടിക്കൊടുത്തൊരു നായകനാണ് രോഹിത് ശർമ്മ. അതുപോലെ തന്നെയാണ് വനിതാ പ്രീമിയർ ലീഗ് WPLൽ ഈ മുംബൈ ഇന്ത്യൻസിന് ആദ്യ കിരീടം തന്നെ നേടിക്കൊടുത്ത ഒരു നായികയാണ് ഹർമൻപ്രീത് കൗർ. അതായത് ഇന്നലെ നമ്മൾ വിശേഷിപ്പിച്ചത് അങ്ങനെ തന്നെയാണ്. അതായത് വിരാട് കോഹ്ലിക്കൊപ്പം അല്ലെങ്കിൽ വിരാട് കോഹ്ലിയെ നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒരു വനിതാ താരം സ്മൃതി മന്ദാന. ഒപ്പം രോഹിത് ശർമ്മയ്ക്ക് അല്ലെങ്കിൽ രോഹിത് ശർമ്മയെ പോലെ നമ്മൾ താരതമ്യം ചെയ്യുന്നൊരു നായക പദവി, ഒരു ക്യാപ്റ്റൻസി, ഒരു മികച്ച ക്യാപ്റ്റൻ എന്നുള്ളത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തൊരു കാര്യം തന്നെയാണ് ഈ ഒരു ഹർമൻപ്രീത് കൗറിൻ്റെ കാര്യം. ഈ 2 താരങ്ങളും ഈ യുവ താരങ്ങൾക്ക് നൽകുന്ന പിന്തുണ അത് വളരെ വലുതാണെന്നുള്ളതാണ്. കൃഷ്ണരാജ് പറഞ്ഞതുപോലെ കൃത്യമായ ഇടവേളകളിൽ പരീക്ഷണം നടത്തുന്ന അല്ലെങ്കിൽ യുവതാരങ്ങൾക്ക് ഫീൽഡിൽ ഒരു നൽകുന്ന ഒരു പോസിറ്റീവ് എനർജി അത് ഹർമൻപ്രീത് കൗറിൻ്റെ ഭാഗത്ത് നിന്ന് പല മത്സരങ്ങളും നമുക്ക് കാണാൻ സാധിച്ചു. നമ്മൾ ഈ 2020 ലോകകപ്പിലൊക്കെ കണ്ടതാണ്. ഓരോ മത്സരത്തിലും ഓരോ പന്തെറിയുന്നതിന് മുൻപും രോഹിത് ശർമ്മ പോയി പന്തെറിയുന്ന ബൗളറെടുത്ത് അല്ലെങ്കിൽ ഫീൽഡ് സെറ്റ് ചെയ്യുന്നതൊക്കെ രോഹിത് ശർമ്മ എങ്ങനെ പോയി ഇത് ചെയ്യുന്നു, അതുപോലെ തന്നെയാണ് എനിക്ക് പലപ്പോഴും ഹർമൻപ്രീത് കൗറിൻ്റെ ആ ഒരു പ്രകടനം അത് ഈ ഫീൽഡിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്തരത്തിൽ തന്നെയാണ്. ഒപ്പം ഈ മത്സരങ്ങളിൽ പലതിലും നിർണായകമായത്
ഭാരതത്തിൻ്റെ വിജയത്തിൽ പലതിലും നിർണായകമായത് ഇരുവരുടെയും പ്രകടനം ഉണ്ട് എന്നുള്ളതാണ്. കാരണം സെമിയിൽ നമ്മൾ കണ്ടതാണ് ജമീമയ്ക്കൊപ്പം ഉള്ള ആ ഒരു ഇന്നിങ്സ്, ജമീമയെ കൂടെ കൂട്ടി നിന്നുള്ള ആ ഒരു ഹർമൻപ്രീതിൻ്റെ ഇന്നിങ്സ് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഫൈനലിലേക്ക് വരുമ്പോൾ അവിടെ സ്മൃതിയുടെ ഒരു പ്രകടനം, ഷഫാലി ഒപ്പം കൂട്ടിക്കൊണ്ടുള്ളൊരു പ്രകടനം, അതായത് ഇരുവർക്കുമുള്ള ആ ഒരു പരിചയ സമ്പത്ത് അത് യുവതാരങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നതിൽ ഇരുവരും കാണിക്കുന്ന ആ ഒരു അവരുടെ പ്രകടനം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ എന്തായാലും വളരെ ശ്രദ്ധേയമാണ്. ഈ ലോകകപ്പിൽ കിരീടം നേടുന്നതിൽ അത് ഏറ്റവും ഭാരതത്തിന് അടിത്തറ പാകിയതിൽ ഒരു നിർണായക പങ്ക് ഇത്തരത്തിലൊരു ഈ പരിചയസമ്പന്നരായ ഈ താരങ്ങളുടെ പ്രകടനം എന്തായാലും ഉണ്ട്. കളിയിലെ പ്രകടനത്തിനൊപ്പം യുവതാരങ്ങൾക്കുള്ള അവരുടെ സപ്പോർട്ട്, അവരുടെ പിന്തുണ, അവർ നൽകുന്ന നിർദ്ദേശങ്ങളൊക്കെ എന്തായാലും, അതായത് തങ്ങളുടെ അനുഭവ സമ്പത്തിൽ നിന്ന് ലഭ്യമായ കാര്യങ്ങൾ വെച്ച് അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ അത് പലപ്പോഴും ടീമിനെ വിജയത്തിലേക്ക് എത്തുന്നതിൽ നിർണായകമായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം കൃഷ്ണരാജ് പറഞ്ഞതുപോലെ ഓരോ പന്ത് കഴിയുമ്പോഴും ഇന്നലെ സ്മൃതി ഷഫാലിക്ക് നൽകുന്ന നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടി, ഇന്നലെ മത്സരശേഷം സജന സജീവൻ, അതായത് ഈ ഇന്ത്യൻ ടീമിനൊപ്പം കളിച്ചിട്ടുള്ള താരം കൂടിയാണ് സജന പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് സജനയും ആശയും ഒക്കെ 2020 സ്പെഷ്യലിസ്റ്റായ താരങ്ങളാണ്. സജന പറഞ്ഞൊരു കാര്യമുണ്ട്, ഒപ്പം കളിക്കുന്ന ഒരു താരം ആയതുകൊണ്ട് തന്നെ ഷഫാലിയെ കൃത്യമായി അറിയാം. ഷഫാലിയുടെ പൊട്ടൻഷ്യൽ ഇതല്ല, ഇനിയും ഷഫാലിയിൽ നിന്നും ഇതിലും വലിയ പ്രകടനങ്ങൾ പലപ്പോഴും ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതൊരു ചെറിയ അംശം മാത്രമാണെന്നാണ് ഇന്നലെ സജന മത്സരശേഷം നമ്മോട് പറഞ്ഞത്. സജനെ മാത്രമല്ല ആശയും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. കാരണം ഇവരൊക്കെ ഒപ്പം കളിക്കുന്ന താരങ്ങളായതുകൊണ്ട് തന്നെ കൃത്യമായി ഇവരെയൊക്കെ അടുത്തറിയാവുന്നതായതുകൊണ്ട് തന്നെ ഇവർ പറഞ്ഞൊരു കാര്യമാണ്. ഒപ്പം ഇന്നലെ സജന പറഞ്ഞു, നമ്മൾ ചോദിച്ചിരുന്നു സജന അടുത്ത് ഹർമൻപ്രീത് എന്നൊരു ക്യാപ്റ്റനെ പറ്റി സജന അടുത്ത് ചോദിച്ചപ്പോൾ സജന പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ ലോകകപ്പ് അർഹിച്ചിരുന്ന ഒരു ക്യാപ്റ്റൻ തന്നെയാണ്, നായിക തന്നെയാണ് ഹർമൻപ്രീത് കൗർ എന്നുള്ളതാണ്. കാരണം അത്രത്തോളം ടീമിന് വേണ്ടി ഡെഡിക്കേഷൻ ഉണ്ട്. സജനയെ സംബന്ധിച്ചാണെങ്കിൽ ഇന്ത്യൻ ടീമിൻ്റെ ഒപ്പം കളിച്ചിട്ടുണ്ട്. ഒപ്പം മുംബൈ ഇന്ത്യൻസിലും സജനയും ഒപ്പം ഈ ഹർമൻപ്രീത് ഒരുമിച്ച് കളിക്കുന്നു. സജനയെ നയിക്കുന്ന ഒരു ക്യാപ്റ്റനാണ്. അതുകൊണ്ട് തന്നെയാണ് സജന അത്തരത്തിൽ പറഞ്ഞത്, അതായത് വെൽ ഡിസർവ് എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇന്നലെ മത്സരത്തിന് മുൻപ് സജന സ്റ്റാറ്റസ് ഇട്ടിരുന്നത് ഈ കപ്പ് ഭാരതത്തിലേക്ക് കൊണ്ടുവരണം എന്നാണ്. മത്സരത്തിന് ശേഷം അതുതന്നെയാണ്, അതായത് ഹർമൻപ്രീതിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് സജന പറഞ്ഞിട്ടുള്ളത്, എനിക്ക് ഉറപ്പായിരുന്നു ഭാരതത്തിലേക്ക് ഈ കപ്പ് എത്തിക്കും എന്ന്, ഹർമൻപ്രീത് ഈ ഒരു കപ്പ് ഭാരതത്തിലേക്ക് എത്തിക്കും എന്ന് തനിക്ക് ഉറപ്പായിരുന്നു എന്നാണ് എന്തായാലും സജനയും ആശയും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. കൃഷ്ണരാജ്, ശരി, വനിതാ ലോകകപ്പിൽ ഭാരതത്തിന് ചരിത്ര കിരീടം. നമ്മൾ ഇത്രയൊന്നും പറഞ്ഞ് അവസാനിപ്പിച്ചാൽ പോരാ, ഇനിയും ഈ വിഷയം നമ്മൾ വിലയിരുത്തേണ്ടി വരും. കാരണം അത്രമാത്രം തലയെടുപ്പോടെ നിൽക്കുകയാണ് ഭാരത വനിതകൾ. ഇന്ത്യ ഒട്ടാകെ ആഘോഷ തിമിർപ്പിലാണ്, ഒരു സംശയവും വേണ്ട. കാരണം അത്രമാത്രം മികച്ചൊരു വിജയത്തിലൂടെ, തുടർ വിജയങ്ങളിലൂടെ തങ്ങളെക്കാൾ കരുത്തുള്ളവരെന്നും തങ്ങളെക്കാൾ റാങ്കിങ്ങിൽ മെച്ചപ്പെട്ടവരെന്നും വിലയിരുത്തപ്പെടുന്നവരുടെ മികവിനെ പരാജയപ്പെടുത്തി ഒരു ലോക കിരീടം നേടുന്നത് ചരിത്രം തന്നെയാണ്, അഭിമാനം തന്നെയാണ്. അക്കാര്യത്തിൽ സംശയമില്ല. ഷഫാലിയെക്കുറിച്ച് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ, ഹർമൻപ്രീതിനെ കുറിച്ച് പറഞ്ഞുള്ളൂ, സ്മൃതി മന്ദാനയെക്കുറിച്ച് പറഞ്ഞുള്ളൂ. പക്ഷേ ദീപ്തി ശർമ്മയെപ്പോലെ 58 റൺസ് 5 വിക്കറ്റ്, ഒരു ചരിത്ര പ്രകടനമാണത്. അങ്ങനെയൊക്കെ നേടി ലോക കിരീടം ഇന്ത്യക്ക് നേടിക്കൊടുത്ത താരങ്ങളെ ഓരോരുത്തരെയായി നമ്മൾ എടുത്തു വിലയിരുത്തി പറയേണ്ടതുണ്ട്.